നമസ്കാരം. ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ആ ബില്ലിനെ കുറിച്ചാണ്. 30 ദിവസം ഒരു ക്രിമിനൽ കേസിൽ അകത്ത് കിടന്നു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളെല്ലാം നഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ് അവതരിപ്പിച്ചത്. ഈ ബില്ലിനെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുകയും ചെയ്തു. അതിന് അടിസ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കി. ഈ ബില്ലിൻ്റെ നിയമവശം എന്താണ്? എങ്ങനെയാണ് ഈ ബില്ല് അഫക്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? അതായത് ആ ബില്ല് പാസ്സാക്കപ്പെട്ടല്ലോ, ലോകസഭയിൽ ആ ബില്ല് പാസ്സാക്കപ്പെട്ടു. അത് ശബ്ദ വോട്ടോടുകൂടി, പ്രതിപക്ഷം ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ടും ശബ്ദ വോട്ടോടുകൂടി ലോകസഭയിൽ അത് പാസ്സാക്കപ്പെട്ടു. ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കുന്നത് തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയധികം പ്രതിപക്ഷ അംഗങ്ങൾ എതിർത്ത് വരുന്ന സമയത്ത് ആരൊക്കെ ബില്ലിനെ അനുകൂലിച്ചു അല്ലെങ്കിൽ പ്രതികൂലിച്ചു അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മേശമ എങ്ങനെ അടിച്ചാണ് ഈ ശബ്ദ വോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തന്നെ ജനാധിപത്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും രാജ്യത്ത് വോട്ടർ പട്ടികയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയെയും ഭരണഘടനാ സംവിധാനങ്ങളെയും ജനങ്ങളുടെ ഒരു വോട്ട് ഒരാൾക്ക് എന്ന് പറഞ്ഞ സംവിധാനത്തെയും തകർക്കുക വഴി ഇന്ത്യൻ ജനാധിപത്യത്തിനെ തകർക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ ഈ നിയമത്തിൽ പറയുന്നത് 30 ദിവസം അകത്ത് കിടന്നാൽ അയാളെ ഗവർണർക്ക് പുറത്താക്കാന്നുള്ളതാണ്. രാജ്യത്ത് ഇപ്പോൾ ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തിലും ഗവർണർമാർ അണ്ടർ കൺട്രോൾ ഓഫ് RSS അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവർണർ, ഇപ്പോൾ കേരളത്തിലെ തന്നെ ഗവർണർ, പിന്നെ പശ്ചിമ ബംഗാളിലെ ഗവർണർ, കർണാടകയിലെ ഗവർണർ ഒക്കെ അതാത് സംസ്ഥാനത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുമായി ടഗ് ഓഫ് വാറിലാണ് നിൽക്കുന്നത്. അത് ഈ RSSൻ്റെ ഒരു അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം അവർ ശ്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബില്ലുകൾ പാസ്സാക്കാതിരിക്കുകയും, ഈ ബില്ലുകൾ എന്തിനാണ് പാസ്സാക്കാതിരിക്കുന്നത്? ബില്ലുകൾ പാസ്സാക്കണമെങ്കിൽ കണ്ടീഷൻ വരികയാണ്, ഞാൻ പറയുന്ന ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയാലേ ഞാൻ ഈ ബില്ലിൽ ഒപ്പിടൂ എന്നാണ്. അപ്പോൾ ഇന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഈ ബില്ല് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിത് ബില്ല് പാസ്സാക്കാതിരിക്കുന്നത്? കേരളത്തിലേക്ക് ചില ബില്ലുകൾ ഒരു തരത്തിലും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ബില്ലുകൾ പോലും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാര്യം ശരിക്കും ഇത് ബാർഗെയിൻ ചെയ്യണം. അതായത് ഇപ്പോൾ ഗവർണർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് സർക്കാർ ഏതെങ്കിലും തരത്തിൽ തടസ്സം വെക്കരുത്. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബാർഗെയിനിങ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ടിലെ സെക്ഷൻ 8 പ്രകാരം ഇന്ന് നിലവിൽ ആരെ ശിക്ഷിച്ചാലും അവരപ്പം തന്നെ പുറത്താക്കാം. അതാണല്ലോ രാഹുൽ ഗാന്ധിയുടെ ഇഷ്യൂവിൽ രാഹുൽ ഗാന്ധി മോദി കമ്പയർഡ് ടു നീരവ് മോദി വന്ന ഒരു വിഷയത്തിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ സ്വാധീനത്തിന് വിധേയമായി താഴെ കോടതി ശിക്ഷിക്കുകയാണ്. അത് അപ്പീൽ പോയി അവിടെയും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ വന്നിട്ട് ആണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ജാമ്യം കിട്ടുന്നതും അതിൽ നിന്ന് ഒഴിവാകുന്നതും. അപ്പോൾ ആ നിമിഷം രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ച്, അതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ശിക്ഷയാണ്. ആ നിമിഷം തന്നെ രാഹുൽ ഗാന്ധിനെ MP സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇതേ കാര്യം ഏത് മുഖ്യമന്ത്രിക്കെതിരായിട്ടും, ഇപ്പോൾ മമതാ ബാനർജി ബംഗാൾ അടുത്ത പ്രാവശ്യം BJP പിടിക്കും എന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജീനെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ എടുത്തു, ഒന്നും പറയാനില്ല. അപ്പൊ കേജ്രിവാൾ ഇനി മുഖ്യമന്ത്രി ആവാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മമതാ ബാനർജിനെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ 30 ദിവസം അവർ കസ്റ്റഡിയിലാവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പിന്നെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ബംഗാളിൽ ഈ മമതാ ബാനർജിയുടെ പാർട്ടിയിൽ മമതാ ബാനർജി അല്ലാത്തൊരാളുണ്ടോ? അതാണ് എൻ്റെ ഒരു പ്രശ്നം. വേറൊരാൾക്ക് അതിനെ നയിക്കാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരാൾ പോലും അവിടെ നമ്മൾ കണ്ടില്ല. കേരളത്തിലും അങ്ങനെ സംഭവിക്കാം. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ, ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരിക്കുന്ന സ്റ്റാലിന് എന്തെങ്കിലും കാരണം പറഞ്ഞു സ്റ്റാലിനെയൊക്കെ പിടിക്കാൻ ഒരുപാട് വകുപ്പുകളുണ്ടാവും. എങ്ങനെ നോക്കിയാലും വകുപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ED-നെ കൊണ്ട് അപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞില്ലേ, ED ആയാലും ഭരണഘടനാ സ്ഥാപനം ഏത് ദേശീയ അന്വേഷണ ഏജൻസി വിചാരിച്ചാലും നടക്കും. അതെ, CBI-നെ കൊണ്ടാണെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി ആരെങ്കിലും കൊണ്ടും ഒരു കേസ് പാലിച്ചാൽ മതി. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ കംപ്ലൈനന്റിനെ ഇത് ബാധിച്ചില്ലെങ്കിൽ പോലും ഒരാളുടെ പരാതി എഴുതി വാങ്ങി, RSSകാരുമായിട്ടുള്ള ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഈ പരാതി എഴുതി വാങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുഖ്യമന്ത്രിമാർക്കെതിരെ അന്വേഷണം നടത്തി അവരെ കസ്റ്റഡിയിലെടുത്താൽ മമതേനെ
ഒതുക്കാൻ പറ്റും, തമിഴ്നാട്ടിലെ ഒതുക്കാൻ പറ്റും, ഇവിടെ പിണറായി വിജയനെ ഒതുക്കാൻ പറ്റും. പിണറായി വിജയൻ അധികം ഒന്നും വോട്ട് ചോരിയുടെ കുറിച്ചൊന്നും പറയുന്നത് കൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് പുള്ളി നിൽക്കുന്നത്. പക്ഷെ പ്രശ്നം ആരെ വേണമെങ്കിലും ഒതുക്കാൻ. പിണറായി വിജയനേക്കാളും അവർക്ക് തലവേദന സൃഷ്ടിക്കുന്ന ആൾക്കാരാണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും സ്റ്റാലിനും മമതാ ബാനർജിയും. ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ യെദ്യൂരപ്പ, എന്താളുടെ പേര്, സിദ്ധരാമയ്യ, യെദ്യൂരപ്പല്ല സിദ്ധരാമയ്യ. ഈ സിദ്ധരാമയ്യ എന്ന് പറയുന്ന ആള് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന വോട്ട് ചോരിയിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് വിഭാഗം. അങ്ങനെ വരുമ്പോൾ അത് കണ്ടുപിടിക്കപ്പെടും. അപ്പൊ അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരെ കൂച്ചുവിലങ്ങിടാൻ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഇത്തരം മുഖ്യമന്ത്രിമാരെ എങ്ങനെയെങ്കിലും, കാരണം അവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടാക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അല്ലെങ്കിൽ സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അവർക്ക് ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല. ചെറുതെന്തെങ്കിലും ഇല്ലാതെ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ അവരെ അപ്പൊ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ 30 ദിവസം അവർ കസ്റ്റഡിയിൽ, പിന്നെ അവർക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റാത്തൊരവസ്ഥ. വളരെ കൃത്യമാണ് പ്രതിപക്ഷം പറയുന്നത്. പിന്നെ എല്ലാവർക്കും ബാധകമല്ലേ? അതായത് നമ്മുടെ രാജ്യത്ത് നോട്ട് നിരോധിച്ചു. എന്തു മനോഹരമായ എല്ലാ കള്ളവോട്ടും ഇല്ലാണ്ടാവും, എല്ലാ കള്ളപ്പണങ്ങളും ഇല്ലാണ്ടാവും, ഈ കുഴൽപ്പണങ്ങളെല്ലാം ഇല്ലാണ്ടാവും. ഈ തരത്തിലുള്ള പ്രചരണം നടത്തി തോമസ് ഐസക്കിനെ വരെ വെട്ടിലാക്കി. തോമസ് ഐസക്ക് പറഞ്ഞു, എത്തുമ്മോ ഇത് എന്തൊരു ഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഈ നോട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആരാണ് അത് ഉപയോഗിച്ചത്? ഇപ്പോഴും ആ കള്ളവോട്ട് മാറിയെടുക്കാനായിട്ട് BJP-ക്കാർ സമീപിക്കുന്ന പല ആളുകളും ഉണ്ട്. BJP-ക്കാരുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, നിങ്ങളുടെ ആ പഴയ നോട്ടുണ്ടോ, ഞങ്ങൾ പുതിയ നോട്ട് തരാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായ? അപ്പൊ അതുപോലും അവരെന്ത് ചെയ്തു? അതെന്തായിരുന്നു അത് ചെയ്തത്? കൃത്യമായിട്ട് പിന്നീട് വന്നു, ഈ സർക്കാർ നേരത്തെ തന്നെ പുതിയ നോട്ട് അടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഗുജറാത്തുമായി ബന്ധപ്പെട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അത് കുന്നുകൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. മനസ്സിലായ? അത് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കാൻ തീരുമാനിച്ച് ആ നോട്ട് തന്നെ വാലിഡ് ആയിട്ടുള്ള നോട്ടാക്കി മറ്റേ നോട്ടിനെ പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഇത് ഒരു വിമാനത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി ഈ നോട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ചർച്ചയായ കാര്യമാണ്. നമ്മളാരും പറഞ്ഞതല്ല, പത്രങ്ങളിൽ തന്നെ വന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ അവരുടെ അധികാരം ഉപയോഗിച്ച് ആരെ വേണമെങ്കിലും അകത്താക്കാനും, ബീഹാറിലെ നിതീഷ് കുമാറിനെ കൈവെള്ളയിലാക്കാനായിട്ട് അവർക്ക് ഇതുകൊണ്ട് കഴിയും. ബീഹാറിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരിയായിട്ട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ പരിപാടികൾ. പക്ഷെ അതിൽ ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ടില്ല. വോട്ടില്ല. കാരണം ഈ 65 ലക്ഷം പേർക്ക് അവിടെ വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ രാഹുൽ ഗാന്ധി ആ യാത്രയിലൂടെ നേടിയ ഒരു വലിയ കാര്യമുണ്ട്. സുപ്രീം കോടതി അതിൽ അവരുടെ ആർക്കൊക്കെ വോട്ട് ഇല്ലാണ്ടായി, ഇന്ന് ഈ മനുഷ്യർക്ക് അറിയില്ല, ഞങ്ങളുടെ വോട്ട് ഇല്ലാണ്ടായി എന്ന് അറിയാൻ പാടില്ല. ആരുടെ വോട്ടാണ് ഇല്ലാണ്ടായിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. ഇന്ന് 65 ലക്ഷം പേരുടെ വോട്ട് പോയി. അത് ആരുടെയാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. മരിച്ചയാളുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്ന അതല്ല. അപ്പൊ ഇപ്പോ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒഴിവാക്കപ്പെട്ട ആളുകളുടെ 65 ലക്ഷം പേരുടെയും വോട്ട് പ്രസിദ്ധീകരിക്കണം. അങ്ങനെ വന്നിട്ട് അവർക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അവരെ വോട്ടേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഇതൊരു ഗംഭീര വിഷയമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ മൊത്തം. രാഹുൽ ഗാന്ധിയാണല്ലോ അതിന് നേതൃത്വം നൽകിയതും. അത് അദ്ദേഹത്തിന് മാത്രം ഡിസർവിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ വിഷയത്തിനെ പരിപൂർണമായും അതിനെ ശ്രദ്ധ മാറ്റി ഞങ്ങളോട് കളിച്ചാൽ എല്ലാവരും അകത്തു പോകൂട്ട എന്ന് കൃത്യമായി പറയുന്ന ഒരു പേടിപ്പിക്കൽ തന്ത്രമാണ് യഥാർത്ഥത്തിൽ ത്രട്ടണിങ് ഒരു തന്ത്രമാണ് ഈ ബില്ല്. ഇത് ലോകസഭ പാസ്സാക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ അതിനെതിരെ ഈ പാർലമെന്റിന്റെ ഉള്ളിൽ നിന്ന്, പാർലമെന്റ് ഇപ്പൊ പിരിയും, പാർലമെന്റിന്റെ ഉള്ളിൽ നിന്ന് ഇവർക്കൊന്നും ചെയ്യാനില്ല. പാർലമെന്റ് എതിരെ സമരത്തിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റൂ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് പ്രസംഗിച്ച് സമയം കളയാതെ നേരെ ജനങ്ങളിലേക്ക് ഇറങ്ങിയത്.